والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الصدقات അടുത്ത ഫസ്ൽ الترهيب من أخذ ما دفع من غير طيب نفس المعطي. നൽകുന്ന ഒരു വ്യക്തി സ്വതക്കയാവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യം നൽകുന്ന ഒരു വ്യക്തി അയാളുടെ പരിപൂർണ തൃപ്തിയോടുകൂടി അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ ആ ഒരു വിശാലതയോടുകൂടി അല്ല നൽകുന്നത്, അങ്ങനെ അല്ലാതെ നൽകപ്പെട്ടത് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഹദീസുകൾ. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال إن هذا المال خضرة حلوة. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമ്പത്ത് എന്നുള്ളത് പച്ചപ്പ് നിറഞ്ഞതും മധുരമുള്ളതാണ്. അത് ആ പദം ഉപയോഗിക്കാറുള്ളത് ദുനിയാവിനെ സംബന്ധിച്ചുമൊക്കെ ഉപയോഗിക്കാറുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ആഗ്രഹിപ്പിക്കുന്ന, മനുഷ്യന് ഇഷ്ടം തോന്നുന്ന കാര്യമാണ് എന്ന് നിൽക്കാം. മൻ അഅതൈനാഹു മിൻഹാ ശൈഅൻ ബിതീബി നഫ്സിൻ മിന്നാ, ആർക്കാണോ നാം അത് നൽകുന്നത്, അത് നമ്മുടെ ഏറ്റവും നല്ല മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി പരിപൂർണതയോടുകൂടി നൽകുന്നത്, വഹുസ്നി തുഅമത്തിൻ മിൻഹു, അവൻ്റെ ആവശ്യത്തിനാണ്, അവന് ആർത്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അവൻ്റെ ആവശ്യത്തിന് ഏറ്റവും നല്ല ഉദ്ദേശത്തിലും ആഗ്രഹത്തിലുമാണ് അവനത് സ്വീകരിക്കുന്നത്. മിൻ ഗൈരി ശറഹി നഫ്സിൻ, നഫ്സിൻ്റെ ആർത്തി അത്യാഗ്രഹം ഇതൊന്നുമില്ല, അതല്ലാതെ അവനൊരു ആവശ്യം ഉണ്ട്, ആ നിലക്കാണ് അവൻ വാങ്ങുന്നത്. ബൂരിക ലഹു ഫീഹി, അതിൽ അവന് ബർക്കത്ത് ചൊരിയപ്പെടും. വമൻ അഅതൈനാഹു മിൻഹാ ശൈഅൻ ബിഗൈരി ത്വയ്ബി നഫ്സിൻ മിന്നാ, ഇനി ആർക്കെങ്കിലും നാം നൽകിയത് നമ്മുടെ തൃപ്തിയില്ലാതെ പരിപൂർണതയില്ലാതെ ആ നൽകുമ്പോഴുള്ള ആ വിശാലത ഇല്ലാതെയാണ്. വഹസ്നി തുഅമത്തിൻ മിൻഹു, അവനിൽ നിന്ന് നല്ലൊരു ആവശ്യമല്ല, അവന് ആർത്തിയും അത്യാഗ്രഹവുമാണ്. വശറഹി നഫ്സിൻ, അതുപോലെ തന്നെ അവൻ്റെ ആർത്തി കാരണത്താലാണ് അതിൽ കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിനാണ് വാങ്ങുന്നത് എങ്കിൽ കാന ഗൈറ മുബാറക്കിൻ ലഹു ഫീഹി, അവനാ നൽകപ്പെട്ട ആ സമ്പത്തിൽ അവൻ ബർക്കത്ത് ചൊരിയപ്പെട്ടവനാവുകയില്ല, അവനതിൽ ബർക്കത്ത് ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ സ്വതക്കയാവട്ടെ അതുപോലുള്ള കാര്യങ്ങൾ നൽകുമ്പോൾ വാങ്ങുന്ന ആൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നൽകുന്ന വ്യക്തി പരിപൂർണതയോടുകൂടി വിശാലതയോടുകൂടി നൽകുന്നതായിരിക്കണം. അതുപോലെ തന്നെ വാങ്ങുന്നവൻ്റെ അവൻ ചോദിച്ച് ആർത്തിയോടുകൂടി അല്ലെങ്കിൽ കഴിഞ്ഞ ബാബുകളിലെല്ലാം പറഞ്ഞതുപോലെയുള്ള ആ നിലക്ക് തക്കസ്സുർ, അതിൻ്റെ സമ്പത്തിൽ ഇനിയും കൂടുതൽ ഉണ്ടാവണം, അങ്ങനെയുള്ള രീതിയിലാണ് എങ്കിൽ അതിൽ ബർക്കത്ത് ചൊരിയപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അടുത്ത ഹദീസ്, മുആവിയത ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുൽഹിഫു ഫിൽ മസ്അല, നിങ്ങൾ ചോദിച്ചുകൊണ്ടേ അല്ലെങ്കിൽ യാചിച്ചുകൊണ്ടേ ഇരിക്കരുത്, ആളുകളോട് ആ നിലക്ക് തന്നെ ആയിക്കൊണ്ടിരിക്കരുത്. فوالله لا يسألني أحد منكم شيئا فتخرج له مسألته مني شيئا وأنا له كاره. നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്, എന്നിട്ട് ഞാൻ അവർക്ക് ആവശ്യമുള്ളത് നൽകുകയാണ്, പക്ഷേ ഞാനത് തൃപ്തിയോടുകൂടിയല്ല, വഅന ലഹു കാരിഹുൻ, അതിനോടൊരു തൃപ്തിയില്ലാതെ ഒരു ആ രീതിയിലാണ് നൽകുന്നത്, അങ്ങനെയാണെങ്കിൽ ഫയുബാറക ലഹു ഫീമാ അഅതൈതുഹു, ഞാൻ ആ നൽകിയതിൽ ബർക്കത്ത് ചൊരിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നേരത്തെ ഉള്ള ബാബിന്റെ തുടർച്ച തന്നെയാണ് ആളുകളോട് ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നൽകുന്ന ആളുടെ ആ തൃപ്തി അതുകൂടിയും ഈ ലഭിക്കുന്ന സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ കാരണമാകും. അതല്ലാതെ വെറുതെ ഭൗതികമായിട്ടുള്ള പണമോ മറ്റോ മാത്രം നോക്കുകയാണെങ്കിലല്ല, അതിൽ ബർക്കത്ത് നൽകപ്പെടണമെങ്കിൽ നൽകുന്ന ആൾക്ക് അതിലൊരു തൃപ്തിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരിക്കണം. മറ്റൊരു റിവായത്തിൽ കാണാം, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ റിവായത്തിൽ, ഇന്നമാ അന ഖാസിനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഒരു ഖാസിനാണ്, അഥവാ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന, ഖജനാവുകളെ സൂക്ഷിക്കുന്ന ആ നിലക്കുള്ള ഒരാളാണ്. ഫമൻ അഅതൈതഹു അൻ തയ്യിബി നഫ്സിൻ ഫയുബാറക ലഹു ഫീഹി, ആർക്കാണോ വിശാലതയോടുകൂടി, സ്വന്തത്തിന്റെ വിശാലതയോട്, മനസ്സിന്റെ വിശാലതയോടുകൂടി ഞാൻ നൽകുന്നത്, അവർക്ക് അതിൽ ബർക്കത്ത് ചൊരിയപ്പെടും. വമൻ അഅതൈതുഹു അൻ മസ്അലത്തിൻ വശറഹി നഫ്സിൻ, ആരെങ്കിലും ആർത്തിയോടുകൂടി യാചിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് നൽകുന്നത് എങ്കിൽ കാന കല്ലദി യഅകുൽ വലാ യശ്ബഅ, അവൻ തിന്നുകൊണ്ട് വയറ് നിറയാത്ത മതിയാത്തവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لا تلحفوا في المسألة فإنه من يستخرج منا بها شيئا لم يبارك له فيه. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയം തന്നെയാണ്. നിങ്ങൾ മറ്റുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ യാചിച്ചുകൊണ്ട് ഇരിക്കരുത്. ആ നൽകപ്പെടുന്ന ആ കാര്യത്തിൽ ബറക്കത്ത് ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നൽകുന്ന ഒരാൾ ആരാണോ നൽകുന്നത് അയാളുടെ മനസ്സിന്റെ വിശാലതയും തൃപ്തിയുമെല്ലാം ആ നൽകപ്പെട്ട സമ്പത്തിൽ ബറക്കത്ത് നൽകപ്പെടുന്നതിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.